ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിജോസ് ന്യൂ ബിഗിൻ വേൾഡ്. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു 4 മണി പലഹാരമായ പരിപ്പ് വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പരിപ്പ് വട ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ പരിപ്പ് ഒരു മണിക്കൂർ മുമ്പേ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ലവണ്ണം കഴുകിയ ശേഷം വേണം വെള്ളത്തിൽ 1 മണിക്കൂർ ഇട്ട് വെക്കാൻ. പിന്നെ അതിനാവശ്യമായ സാധനങ്ങളെല്ലാം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവാള, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇതൊക്കെയാണ് നമുക്ക് പരിപ്പ് വടയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ട ആവശ്യമായ സാധനങ്ങൾ. ഈ പരിപ്പ് വടയിൽ വെള്ളം തോരാനായിട്ട് ഞാനൊരു കൊളാണ്ടറിലെടുത്ത് കുറച്ച് നേരം വെക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് നേരം വെച്ചാൽ മതിയാകും. വെള്ളം തോർന്ന പരിപ്പ് നമുക്ക് ഇനി മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്രഷ് ചെയ്ത പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം ചില പരിപ്പുകളൊക്കെ അതേപോലെ കിടക്കുന്നത്. ഈ പരുവത്തിൽ വേണം നമുക്ക് പരിപ്പ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കണം. ഒത്തിരി അങ്ങ് ഞെക്കി പിഴിഞ്ഞ് യോജിപ്പിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിനെ ഒന്ന് ബൗളിലാക്കി ഒരു 10 മിനിറ്റ് വെക്കുക. ഇനി നമുക്ക് പരിപ്പ് വട ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം നമുക്ക് ഓരോ ഉരുളകളാക്കി ഈ മിക്സിനെ എടുത്തു വെക്കാം. നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയിടാനുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ ഉരുളകളാക്കി എടുത്ത് മാറ്റി വെക്കുന്നത്. ഇനി നമ്മൾ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ കൈപ്പത്തിയിൽ കുറച്ച് വെള്ളം തേച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുളകളെടുത്ത് ഒന്ന് പരത്തി കൊടുക്കുക. ഇനി അത് മറ കൈയിലേക്ക് മാറ്റിയിട്ട ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഓരോ ഉരുളകളും നമുക്ക് ഇങ്ങനെ ഉരുളകളാക്കിയ ശേഷം അതിനെ പരത്തിയെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ബ്രൗൺ പരുവാകുമ്പോൾ അത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് അതിനെ വറുത്തെടുക്കണം. ഒത്തിരി തീ കൂട്ടി വെക്കേണ്ട കാര്യമില്ല. എണ്ണയൊന്ന് നല്ലവണ്ണം ചൂടായ ശേഷം അതിൻ്റെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ച ശേഷം നമുക്ക് ഈ പരിപ്പ് വടകളെല്ലാം വറുത്തെടുക്കാം. നമ്മുടെ പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്സാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസിൽ ഒന്ന് ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ. ബൈ.